ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറും 3-4 ചേരുവകൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഞാൻ ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ എടുക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു 250 ഗ്രാമോളം ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ടൊന്നുമില്ല, മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളി ഒന്ന് വാടിയിട്ട് ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ട് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റെഡ് ചില്ലി ഫ്ലെക്സ് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള എരിവാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചതച്ച മുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ, കരിഞ്ഞു പോകരുത്. അപ്പോൾ മുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം. വെള്ളമെല്ലാം വാർത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം ഉള്ളി വഴറ്റുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്ട്രാ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ആ കറക്റ്റായിട്ടുള്ള ഉപ്പ് ആദ്യം ചേർത്തതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഉപ്പ് ചേർക്കണില്ല. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട, ബീഫിൽ നിന്ന് തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും. ഇതിപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിലും മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലും കൊടുത്തിട്ട് വേവിച്ചെടുത്തതാണ്. നമ്മളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ബീഫൊക്കെ വെന്തിട്ട് പ്രഷറൊക്കെ പോയിട്ട് കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് മാറ്റുകയാണ്. നമുക്ക് കുക്കറിൽ തന്നെ വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുത്താലും മതി. വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ആദ്യം ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് തിളച്ച് വരട്ടെ. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബീഫ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കിത് നീർദോശയുടെ കൂടെയാണ് ഞാനിന്ന് സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പത്തിരീൻ്റെയും ചപ്പാത്തിൻ്റെയും പുട്ടിൻ്റെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.